Good morning, all of you. Welcome back to chemistry class. Last day we learned about chemical equilibrium. What was chemical equilibrium? Chemical equilibrium is the stage at which the rate of backward reaction becomes equal to the rate of forward reaction in a reversible chemical reaction. ഒരു റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷനിലാണ് കെമിക്കൽ ഇക്വിലിബ്രിയം പോസിബിൾ ആയിട്ടുള്ളത്. എന്താണ് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ? എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പം ഈ ഒരു റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ, അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. The scientist Le Chatelier proposed an important principle related to chemical equilibrium. It is known as Le Chatelier principle. അപ്പോൾ ഇതിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കാം. Le Chatelier, CHATELIER ആണ്. അപ്പോൾ Le Chatelier എന്നാണിത് പ്രൊനൗൺസ് ചെയ്യുന്നത്. Le Chatelier's principle. അപ്പോൾ നമുക്ക് ആദ്യം ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. When the concentration, pressure or temperature of a system at equilibrium is changed, the system will twice readjust itself so as to nullify the effect of that change and attain a new state of equilibrium. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലേ? അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റും ഒക്കെ ഈക്വൽ ആവും. അങ്ങനെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞ ഒരു സിസ്റ്റത്തിന് ഒരിക്കലും അത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹം ഉണ്ടാവില്ല. അതെന്തിനാണ് ഇഷ്ടപ്പെടുക? ആ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് അതിന് താല്പര്യം ഉണ്ടാവുക. അപ്പം when the concentration, pressure or temperature of a system at equilibrium is changed. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ കോൺസെൻട്രേഷൻ, പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ അത് എഫക്റ്റ് ചെയ്യുമല്ലോ. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ തന്നെ പഠിച്ചിട്ടുണ്ട് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അല്ലേ? അതിൽ കോൺസെൻട്രേഷനും പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഏതെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് തീർച്ചയായും ആ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യുകയും അതിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ എന്ത് ചെയ്യും? അത് ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല? ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ദ സിസ്റ്റം വിൽ ട്രൈസ് റീഅഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് so as to nullify the effect of that change and to attain a new state of equilibrium. അപ്പം സിസ്റ്റം എന്താ ചെയ്യുക? ആ ഒരു നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്വയം ഒരു റീഅഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു പുതിയ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലേക്ക്, ഒരു ന്യൂ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലേക്ക് അതെന്ത് ചെയ്യും? തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ ഒപ്പോസ് ചെയ്യാനാണ് സിസ്റ്റം ശ്രമിക്കുന്നത്. കാരണം നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ചെയ്ത ആ ഒരു ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ആ എഫക്റ്റിനെ അത് എന്ത് ചെയ്യും? നള്ളിഫൈ ചെയ്യാൻ ശ്രമിക്കും, സ്വയം ഒരു റീഅഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഇപ്പം നമ്മൾ ആ ഒരു റിയാക്ഷനിൽ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? അത് ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ പ്രഷർ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? അതിനെ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന റിസൾട്ടിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്വയം ഒരു റീഅഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. അതാണ് ലേ ഷാറ്റ്ലിയർസ് പ്രിൻസിപ്പിൾ. അപ്പം ഒരു പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സാമിന് ഈ ഒരു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതേ സെൻറ്റൻസിൽ ഇതേ വേർഡ്സ് തന്നെ എഴുതണം. കാരണം ഒരു സയൻറ്റിസ്റ്റ് എങ്ങനെയാണോ അത് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് എഴുതാം? When the concentration, pressure or temperature of a system at equilibrium is changed, the system will twice readjust itself
so as to nullify the effect of that change and attain a new state of equilibrium. Concentration, pressure, temperature ഇത് ഏതെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ the system will tries to readjust itself so as to nullify the effect of that change and to attain a new state of equilibrium. അപ്പോൾ ഇതിൽ നമുക്ക് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, പ്രഷർ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഇത് മൂന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ ഇക്വിലിബ്രിയം എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ ഇക്വിലിബ്രിയം. You are familiar with the compound ammonia. Ammonia is industrially prepared by Haber process. Haber process നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. It's a chemical reaction. Its chemical reaction is given below. Haber processൻ്റെ chemical reaction ആണത് N2 + 3H2 reversible 2NH3. ഇതിൽ റിയാക്റ്റൻസും പ്രൊഡക്ട്സും അല്ലെ റിയാക്റ്റൻസ് ആണ് നൈട്രജനും ഹൈഡ്രജനും, പ്രൊഡക്റ്റാണ് അമോണിയ. അപ്പം ഈ ഒരു ഇക്വിലിബ്രിയത്തിലുള്ള അപ്പോൾ ഈ അമോണിയൻ്റെ പ്രോസസ്സിൽ അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള ഈ ഒരു റിയാക്ഷനെ ഈ കോൺസെൻട്രേഷനിലുള്ള ചേഞ്ചസ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. At equilibrium, suppose the concentration of the reactant nitrogen is increased. നമ്മൾ എന്ത് ചെയ്യാണ്, ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിലെ റിയാക്റ്റൻ്റ് ആയിട്ടുള്ള നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ റിയാക്റ്റൻ്റ് നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും, റിയാക്റ്റൻ്റ് ആയിട്ടുള്ള നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ എന്താണോ ചെയ്തത് അതിനെ ഒപ്പോസ് ചെയ്യാണ് സിസ്റ്റം ചെയ്യുക. അപ്പം നമ്മൾ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, സിസ്റ്റം അതിൻ്റെ കോൺസെൻട്രേഷനെ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും. At equilibrium, suppose the concentration of the reactant nitrogen is increased. According to Le Chatelier principle, the system tries to decrease the concentration of nitrogen. നമ്മൾ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യുന്നു, അത് ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം ഈ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യണമെങ്കിൽ സിസ്റ്റം എങ്ങനെയാണത് ഡിക്രീസ് ചെയ്യുക? അപ്പോൾ നമ്മൾ നൈട്രജൻ്റെ എമൗണ്ട് അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ച് സിസ്റ്റത്തിന് അത് കുറയ്ക്കണം. അപ്പോൾ അതിനുള്ള ഒരേ ഒരു വഴി എന്താണ്, പെട്ടെന്ന് തന്നെ ആ നൈട്രജനെ അമോണിയ ആക്കി കൺവേർട്ട് ചെയ്യുക, അല്ലേ? പെട്ടെന്ന് തന്നെ റിയാക്റ്റൻസിനെ പ്രൊഡക്ട്സ് ആക്കി മാറ്റുക, അല്ലേ? അത് ചെയ്താലല്ലേ നമ്മൾ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പം സിസ്റ്റത്തിന് എന്ത് ചെയ്യണം, അതിന് ഒപ്പോസ് ചെയ്യണം. അപ്പോൾ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ അതിന് ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഈ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി പെട്ടെന്ന് തന്നെ ഉണ്ടാവും, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള നൈട്രജനെയൊക്കെ പെട്ടെന്ന് തന്നെ അമോണിയ ആക്കിയിട്ട് മാറ്റുക, അല്ലേ? അമോണിയ ആക്കി മാറ്റുക. അപ്പോൾ hence the system rearranges by converting the increased amount of reactant into product. നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുള്ള റിയാക്റ്റൻസിനെ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണ് സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ നമ്മൾ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിസ്റ്റം വിൽ ട്രൈസ് ടു ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ ബൈ കൺവേർട്ടിംഗ് ദ റിയാക്റ്റൻ ഇൻ ടു പ്രൊഡക്റ്റ്. അപ്പം നമ്മൾ കൂട്ടിയിട്ടുള്ള നൈട്രജൻ എല്ലാം എന്ത് ചെയ്യും, സിസ്റ്റം പെട്ടെന്ന് തന്നെ അമോണിയാക്കി മാറ്റും. അപ്പോൾ അവിടെ നൈട്രജൻ്റെ എമൗണ്ട് കുറയുമല്ലോ. When the concentration of nitrogen increases, system tries to decrease the concentration by increasing the rate of forward reaction. അതായത് ഈ ഒരു റിയാക്റ്റൻസിനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത് ഏത് റിയാക്ഷനാണ്, ഫോർവേഡ് റിയാക്ഷൻ, അല്ലേ? അപ്പോൾ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പം സിസ്റ്റം എന്ത് ചെയ്യും, നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യിക്കും. എങ്ങനെ? ബൈ ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹൈഡ്രജനും ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ അമോണിയ ആക്കി മാറ്റും. അപ്പം അവിടെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഇനി when the concentration of ammonia increases,
നമ്മൾ അമോണിയയുടെ കോൺസെൻട്രേഷനാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞത് നൈട്രജൻ്റെ കോൺസെൻട്രേഷനാണ്, അത് റിയാക്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അമോണിയയുടെ കോൺസെൻട്രേഷനാണ് ഇൻക്രീസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അമോണിയയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? അമോണിയയുടെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാനാണ് ശ്രമിക്കുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് സിസ്റ്റം ചെയ്യുക. അപ്പോൾ നമ്മൾ അമോണിയയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ദ സിസ്റ്റം വിൽ ട്രൈസ് ടു ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ. അപ്പോൾ അമോണിയയുടെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്താണ് സിസ്റ്റത്തിന്? ഈ അമോണിയയെ പെട്ടെന്ന് തന്നെ വീണ്ടും നൈട്രജനും ഹൈഡ്രജനും ആക്കി മാറ്റുക അല്ലേ. അതെന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷനാണ് അല്ലേ. അപ്പോൾ നമ്മൾ അമോണിയയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിസ്റ്റം വിൽ ട്രൈസ് ടു ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ബൈ ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് സിസ്റ്റം എന്ത് ചെയ്യും? നമ്മൾ ചെയ്തതിൻ്റെ എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ the system will tries to decrease the concentration of nitrogen by increasing the rate of forward reaction. Then when the concentration of ammonia increases, system tries to decrease the concentration of ammonia by increasing the rate of backward reaction. ഇനി നമ്മൾ ഹൈഡ്രജൻ്റെ എമൗണ്ടാണ് കൂട്ടുന്നത് വിചാരിക്കാൻ. ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ, ഹൈഡ്രജൻ ഒരു റിയാക്റ്റൻ്റ് ആണ് അല്ലേ. നമ്മൾ ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം എന്ത് ചെയ്യും? ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാനുള്ള വഴി എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുക അല്ലേ. പെട്ടെന്ന് തന്നെ ആ ഹൈഡ്രജനെ അമോണിയ ആക്കി മാറ്റുക. അപ്പോൾ അവിടെ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇനി നെക്സ്റ്റ്, what will be the effect if the ammonia produced is removed continuously from the system? ഒരു ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു സിസ്റ്റത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമോണിയേനെ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാണ്? അവിടുന്ന് റിമൂവ് ചെയ്യുക, സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് വേറെ കളക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇഫ് വി റിമൂവ് അമോണിയ കണ്ടിന്യൂസ്ലി കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ഡിക്രീസസ്. അതായത് നമ്മൾ അമോണിയനെ കണ്ടിന്യൂസ് ആയിട്ട് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് മീൻ ചെയ്യുന്നത്? അമോണിയയുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണ് അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ഡിക്രീസ് ചെയ്യും. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ദ സിസ്റ്റം വിൽ ട്രൈസ് ടു ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ. സിസ്റ്റം എന്താ ചെയ്യുക? അമോണിയയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനാണ് ശ്രമിക്കുക ബൈ ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ അല്ലേ. അമോണിയയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുക അല്ലേ. ഫോർവേഡ് റിയാക്ഷൻ സ്പീഡിലാക്കുക, അപ്പോൾ കൂടുതൽ അമോണിയ ഉണ്ടാവും. അപ്പം നമ്മൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമോണിയ പെട്ടെന്ന് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ അമോണിയയുടെ കോൺസെൻട്രേഷൻ, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുക, അമോണിയ ഉണ്ടാകുന്ന ആ പ്രോസസ്സിൻ്റെ റേറ്റ് കൂട്ടുക, അതായത് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇതാണ് കോൺസെൻട്രേഷനിൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആകെ മനസ്സിലാക്കേണ്ടത് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച്, ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ ആ ഒരു സിസ്റ്റം എന്ത് ചെയ്യും? ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും. നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ സിസ്റ്റം എന്ത് ചെയ്യും? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അത് ഡിക്രീസ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുക. ഇനി നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ് ഇൻക്രീസ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണമെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷനാണ് സ്പീഡിൽ നടത്തുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പം ഈ രീതിയിലാണ് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് ഒരു ടേബിളിൽ കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് കോളത്തിൽ ആക്ഷൻ ആണ് പറയുന്നത്. ദെൻ ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ, ചേഞ്ച് ഇൻ റേറ്റ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മോർ ഹൈഡ്രജൻ ഈസ് ആഡഡ്. നമ്മൾ കൂടുതൽ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പറയുമ്പോൾ എന്താണ്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് അതിൽ റിയാക്റ്റൻ്റ് ആണ് അല്ലേ. അപ്പം നമ്മൾ കൂടുതൽ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഏത് റിയാക്ഷൻ്റെ റേറ്റിലാണ് വ്യത്യാസം വരിക? നമ്മൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും ബൈ എന്താണ്?
റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ആ ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. വെൻ മോർ അമോണിയ ഈസ് ആഡഡ്. മോർ അമോണിയ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ദ അമോണിയ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണല്ലേ. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ സിസ്റ്റം എന്ത് ചെയ്യും? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും, കുറയ്ക്കാൻ ശ്രമിക്കും. എങ്ങനെ? ബൈ ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലേ. ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടിക്കൊണ്ട് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും. ദെൻ അമോണിയ ഈസ് റിമൂവ്ഡ്. അമോണിയ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അമോണിയ പെട്ടെന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് എന്താണ്? ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ് കുറയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ചാൽ സിസ്റ്റം എന്ത് ചെയ്യും? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും ബൈ ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ദെൻ മോർ നൈട്രജൻ ഈസ് ആഡഡ്. നൈട്രജൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിയാക്റ്റൻറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഏത് റിയാക്ഷനാണ് ഇൻക്രീസ് ചെയ്യുക റേറ്റ്? ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് കോൺസെൻട്രേഷൻ്റെ റേറ്റ്, കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനിൽ കൂടുതൽ അമോണിയ, മോർ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് കൂടുതൽ അമോണിയ കിട്ടുക? ഒന്നാമത്തത് നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാം അല്ലേ. നൈട്രജൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ കൂടുതൽ അമോണിയ കിട്ടും. കാരണം ഫോർവേഡ് റിയാക്ഷനാണ് സ്പീഡാവുക. പിന്നെ ഹൈഡ്രജൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാലും എന്താ സംഭവിക്കുന്നത്? ഫോർവേഡ് റിയാക്ഷനാണ് കൂടുതൽ സ്പീഡാവുന്നത്. അപ്പോഴും നമുക്ക് അമോണിയ കൂടുതൽ കിട്ടും. കാരണം ഫോർവേഡ് റിയാക്ഷൻ കൂടുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റ് കിട്ടുക. അപ്പം ഹൈഡ്രജൻ്റെ എമൗണ്ട് കൂട്ടിയാലും നൈട്രജൻ്റെ എമൗണ്ട് കൂട്ടിയാലും ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് കൂടും, കൂടുതൽ അമോണിയ കിട്ടും. അതുപോലെ ഒന്നും കൂടി ഉള്ളത് ഏതാ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്? അമോണിയ ഈസ് റിമൂവ്ഡ്. അതായത് ഉണ്ടാകുന്ന അമോണിയ അപ്പോൾ റിമൂവ് ചെയ്യുക. അതായത് അമോണിയയുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയാണ്. അപ്പം അമോണിയയുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? അത് കൂട്ടാൻ ശ്രമിക്കും. അപ്പോഴും എന്താ സംഭവിക്കുന്നത്? ഫോർവേഡ് റിയാക്ഷൻ സ്പീഡിൽ നടക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ അമോണിയ കിട്ടും. അപ്പോൾ 3 കാര്യങ്ങൾ: മോർ ഹൈഡ്രജൻ ആഡ് ചെയ്യാം, മോർ നൈട്രജൻ ആഡ് ചെയ്യാം, അമോണിയ റിമൂവ് ചെയ്യാം. ഇത് 3ഉം ചെയ്താൽ നമുക്ക് കൂടുതൽ എമൗണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് കോൺസെൻട്രേഷൻ്റെ ഒരു എഫക്റ്റ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക. കാരണം കോൺസെൻട്രേഷൻ പഠിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രഷറിലേക്ക് പോകുമ്പോൾ പിന്നെ ഇത് കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ അവിടെ വീണ്ടും കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നന്നായിട്ട് ഇത് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഷുവർ ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഓക്കെ, താങ്ക് യു.